ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിത്തിരയുടെ കൂട്ടുകാരിൽ നിന്ന് മല്ലികാമയ്ക്ക് ട്യൂമർ ആണെന്നുള്ള വിവരം വിനയൻ അറിയാട്ടോ ചെയ്യുന്നത്. അടുത്ത നമ്പർ അപ്പോൾ വിനയൻ ഉടനെ ഇറക്കാട്ടോ ചെയ്യുന്നത്. അയ്യോ, എന്നിട്ട് ഇത് മല്ലികാമയ്ക്ക് അറിയില്ലെന്ന് ചോദിക്കുന്നു. അയ്യോ, അച്ഛമ്മയോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ അച്ഛമ്മ ഓപ്പറേഷൻ ഒന്നും സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ചിത്തിര പറയാത്തതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, സാറിൻ്റെ ഒരുപാട് കാശില്ലേ, അവരെ ഒന്ന് സഹായിച്ചൂടെ ഓപ്പറേഷൻ നടത്താനെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ വിനയൻ പറയാട്ടോ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ അറിയണ്ടേ, അറിഞ്ഞാലല്ലേ എനിക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, എന്നോടൊന്നും ആരും പറഞ്ഞില്ല എന്നേ, അതാ ഞാൻ അവരെ സഹായിക്കാഞ്ഞേ. ഞാൻ എന്തായാലും ഇനി അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തോളാം, കാശ് ഞാൻ കൊടുത്തോളാം, ഓപ്പറേഷൻ ഞാൻ നടത്തിക്കോളാം എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത് വിനയൻ. എന്നിട്ട് കുട്ടികളോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുമോ എന്ന് ചോദിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ കുട്ടികൾ ഇങ്ങനെ അന്തം വിട്ടാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പകച്ച് നോക്കുന്നുണ്ട്, ഇനി എന്താണോ എന്തോ ആവശ്യപ്പെടാൻ പോകുന്നതെന്നുള്ള രീതിയിൽ. എന്നിട്ട് വിനയൻ പറയുന്നുണ്ട്, ഞാൻ ഈ വിവരം അറിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ചിത്തിരയോട് പറയരുത്, വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾ അറിയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ചിത്തിര അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്തിര അതിനൊന്നും തയ്യാറാവത്തില്ലെന്നേ, അതുകൊണ്ടാണ്, വലിയ അഭിമാനിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വിവരമൊന്നും ചിത്തിരയോട് പറയരുത്. ഞാനിതൊട്ട് അറിഞ്ഞിട്ടുമില്ല, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമില്ല, അല്ലാതെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, അവരെ ഞാൻ രക്ഷിച്ചോളാന്നേ, ഇത് എൻ്റെ വാക്കാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ സോപ്പിടുക കേട്ടോ ചെയ്യുന്നത്. ചിത്തിരയെടുക്കെ ഇവർ പോയി ഈ കാര്യം വിനയൻ അറിഞ്ഞു എന്നുള്ളത് പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ തന്നെ കുട്ടികൾ പറയുന്നുണ്ട്, ശരി സാറേ, അവർക്ക് നല്ലത് വരുത്താനാണെങ്കിൽ ഞങ്ങൾ ആരും ഒന്നും പറയില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അത് മതി എന്ന് വിനയനും പറയുന്നുണ്ട് കേട്ടോ. വിനയന് നല്ലൊരു തുറുപ്പിച്ചിട്ട് കിട്ടിയ സന്തോഷത്തിൽ ഇരിക്കാട്ടോ ചെയ്യുന്നത്. ഇത്രയും നാളും കൊല്ലാനായിട്ട് നോക്കിയിട്ട് നടന്നില്ല, ദൈവമായിട്ട് തന്നെ വഴി കാണിച്ചു തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ വിനയൻ ഇരിക്കുന്നുണ്ട്. പിന്നീട് ചിത്തിര സ്കൂൾ വിട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. എന്തൊക്കെ പഠിപ്പിച്ച് സ്കൂളിലെന്ന് ചോദിക്കുന്നു. എല്ലാം പഠിപ്പിച്ചു എന്ന് ചിത്തിര പറയാം, കണക്ക്, സയൻസ്, ഫിസിക്സ് എല്ലാം പഠിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മന്ത്രം പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് നമുക്ക് വൈകുന്നേരം ചൊല്ലണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ചിത്തിര. അപ്പോൾ ഉടനെ തന്നെ മല്ലികാം പറയുന്നുണ്ട്, പിന്നെന്താ ചൊല്ലിക്കളഞ്ഞേക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ചിത്തിരയ്ക്ക് സുജ കൊണ്ടുവന്ന ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ദേ ഞങ്ങളിവിടെ എന്തൊക്കെ ചെയ്തു എന്നോ, ഞാനുണ്ടാക്കിയ അച്ചാറ് കഴിച്ചിട്ട് ഇവൾ എന്താണെന്നറിയോ പറഞ്ഞത്, ഇതുപോലൊരു അച്ചാറ് കഴിച്ചിട്ടേ ഇല്ല, ഇവൾ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയാം കേട്ടോ ചെയ്തത്. ഞങ്ങൾ നല്ലൊരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, എനിക്ക് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി കിച്ചണായിരിക്കും തുടങ്ങാനായിട്ട് പോകുന്നത്. പിന്നീടുണ്ടല്ലോ ഈ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങോട്ട് മാർക്കറ്റിലോട്ട് ചെല്ലട്ടെ, പിന്നീട് ആൾക്കാർക്ക് മനസ്സിലാവും അവർ ഇത്രയും നാളും കഴിച്ചതൊന്നും ഭക്ഷണമേ അല്ല എന്ന്, അത്രയ്ക്ക് രുചികരമായ ഭക്ഷണമാണ് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സുജയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, മല്ലികാമയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനൊരു സാരിമേ നടക്കാനൊന്നും പോകുന്നൊന്നുമില്ല. മല്ലികാമ വേറൊരു ജോലിക്ക് പോകാതിരിക്കുന്നതിനും വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ സുജയും ചിത്തിരയും ഷാജിയും കൂടെ നടത്തുന്ന ഒരു നാടകം മാത്രമാണല്ലോ. അപ്പോൾ ഉടനെ മല്ലികാമ പറയുന്നുണ്ട്, എന്തായാലും ശസ്ത്രക്രിയ നടക്കട്ടെ, അതിനുശേഷം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും, പിന്നീട് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഞാനല്ലേ ചീഫ് ഷെഫ് എന്നൊക്കെ പറയാം കേട്ടോ ചെയ്ത്. പിന്നീട് സുജ ചിത്തിരയോട് പറയുന്നുണ്ട്, മല്ലികാമയെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നും ആൻറ്റി വിചാരിക്കേണ്ടായെന്നും, ചിലപ്പം അച്ഛമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ പറ്റുമായിരിക്കും, അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും കളയണ്ടെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് ചിത്തിര സുജിയോട്. വിനയനാണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നിട്ട് ഉടനെ തന്നെ സിസ്റ്ററിൻ്റെ അടുക്ക പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിന് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല, തലകർക്കൊക്കെ ആയിട്ട് കാഴ്ചയൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ട്യൂമറായിട്ട്, മല്ലിക എന്ന് പറഞ്ഞ അവരെൻ്റെ ഒരു അടുത്ത ബന്ധുവായിട്ട് വരും, അമ്മ വഴി അവരുടെ അസുഖത്തെ പറ്റിയിട്ടുള്ള വിവരം എനിക്കറിയണം, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ആ സിസ്റ്റർ പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല, പേഷ്യൻറ്റിൻ്റെ വിവരങ്ങളൊന്നും മറ്റാർക്കും കൊടുത്തുകൂടാന്ന് പറയുന്നു. അയ്യോ അങ്ങനെ നിങ്ങൾ പറയരുത്, എനിക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആ വിവരം ഒന്ന് തരുമോ, ഡിസ്ചാർജ് സമ്മറി തന്നാൽ മതി എന്ന് പറയുന്നു. സഹായിക്കാൻ എന്ന് കേൾക്കുമ്പോൾ ആ സിസ്റ്ററിന് സഹതാപം തോന്നിയിട്ട് കൊണ്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും അവരുടെ ഓപ്പറേഷൻ നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിനയനാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷമാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ സിസ്റ്റർ പറയുന്നുണ്ട്, അതെ മല്ലിക എന്ന് പറഞ്ഞ പേഷ്യൻറ്റിന് ബാധിച്ചിരിക്കുന്ന അസുഖം എന്ന് പറഞ്ഞാൽ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ എന്ന് പറയുന്ന അസുഖമാണ് മല്ലികാമയ്ക്ക് ബാധിച്ചിരിക്കുന്നത് പറയാം കേട്ടോ ചെയ്യുന്നത്. എന്തോന്ന് എന്ന് വിനയം വീണ്ടും ചോദിക്കുന്നു. അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ, ഇതിലുണ്ടല്ലോ അല്ലേ ഈ ഡിസ്ചാർജ് സമ്മറി, ഞാൻ ഇത് നോക്കി പഠിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അന്തം വിട്ട് പോവുക കേട്ടോ ചെയ്യുന്ന വിനയ. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ദേ എനിക്കൊരു കുഴപ്പം ഉണ്ടാവരുത് ഇതിൻ്റെ പേരിലെന്ന് പറയട്ടോ ചെയ്യുന്നത്. സിസ്റ്ററിന് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല, സിസ്റ്റർ ഇങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ടെന്ന് പോലും ആരും ഒരു കുഞ്ഞു പോലും അറിയാനായിട്ട് പോകുന്നില്ല, ഇത് ഞാൻ ആരെയും കാണിക്കാനും പോകുന്നില്ല എന്ന് വിനയൻ പറഞ്ഞിട്ട് ആ ഡിസ്ചാർജ് സമ്മറിയും വാങ്ങിക്കൊണ്ട് നേരെ പ്രതിഭയുടെ അടുക്കലോട്ട് ചെയ്തു. എന്നിട്ട് പ്രതിഭയോട് ചോദിക്കുന്നു, അമ്മ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്തോന്ന് നിനക്ക് വട്ടായോ എന്ന് പ്രതിഭ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അമ്മ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഇത് ഒരു ട്യൂമറാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്, ഈ അസുഖമാണ്
ട്യൂമറാണ് മല്ലികയ്ക്ക് ബാധിച്ചിരിക്കുന്നതെന്നും പറയുന്നു. എന്ത്, മല്ലികയ്ക്ക് ട്യൂമറാണെന്നോ? പ്രതിഭ ആകെ ഒന്ന് പേടിച്ച് വിഷമത്തോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? അവർക്ക് ട്യൂമറാണെന്ന്, അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടാനായിട്ട് പോവാന്ന് പറയട്ടോ. കാഴ്ചശക്തി നഷ്ടപ്പെടുമെന്നോ എന്നും പ്രതിഭ ചോദിക്കുന്നുണ്ട് വിഷമത്തോടു കൂടി. അതേ അമ്മേ, ഇതുകൊണ്ട് ആർക്കാ ഗുണമുണ്ടാകാൻ പോകുന്നത്? എനിക്കാ ഗുണമുണ്ടാകാൻ പോകുന്നത്, എങ്ങനെയെന്ന് പ്രതിഭ ചോദിക്കുന്നു. അപ്പോൾ തന്നെ വിനയം പറയുന്നുണ്ട്, അഭിജിത്ത് വധക്കേസ് വിളിച്ചിട്ടുണ്ടല്ലോ, അവരാണല്ലോ മുഖ്യ സാക്ഷി, അവരാണല്ലോ പ്രതിയെ എന്നെ കണ്ടു എന്ന് പറയുന്നത്. അവർക്ക് കാഴ്ച നഷ്ടപ്പെടുമെന്നും അവർക്ക് ട്യൂമറാണെന്നുമുള്ള തെളിവ് നമ്മൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് പുഷ്പം പോലെ എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ദൈവമായിട്ടാണ് ഈ വഴി കാണിച്ചു തന്നത്, അതിൻ്റെ ഗുണം നമുക്കാണ് അമ്മയെ കിട്ടാനായിട്ട് പോകുന്നതെന്നും പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന പ്രതിഭ ആദ്യം വിഷമത്തോടു കൂടി തന്നെ കേട്ടോ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു. അയ്യോ, മല്ലികയ്ക്ക് എന്നാൽ ഇങ്ങനൊരു അസുഖം വന്നല്ലോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് കേട്ടോ. എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് അവർക്ക് ഈ അസുഖം വന്നത്. അതോടുകൂടി അവരുടെ ശല്യം എന്നേക്കുമായി ഇല്ലാതാവാനായിട്ട് പോവാന്ന് പറയട്ടോ ചെയ്ത്. ഇനി കേസിന് നമുക്ക് അവരുടെ കാല് പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ തെളിവ് അങ്ങോട്ട് കാണിച്ചാൽ മതി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പൊക്കിയിട്ടുണ്ടെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സോന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് അമ്മയും മോനും കൂടെ ഗൂഢാലോചന, അടുത്ത തല്ല് വാങ്ങിക്കാനുള്ള പരിപാടിയാണോ എന്ന് സോന ചോദിക്കുന്നു. അപ്പോൾ ഉടനെ വിനയം പറയുന്നുണ്ട്, എടീ അതൊക്കെ പണ്ട്, ഇനി തല്ല് കിട്ടാൻ പോകുന്നത് നീ പുകഴ്ത്തിക്കൊണ്ട് നടക്കത്തില്ലേ മല്ലിക, അവർക്കാണ് കിട്ടാൻ പോകുന്നത്. നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതിൽ കൂടുതലൊന്നും നീ മനസ്സിലാക്കണ്ട. പക്ഷേ നീ തല്ല് കിട്ടുന്നത് കാണും അവർക്കെന്ന് പറയുകയും ചെയ്യാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സോനയ്ക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇവരുടെ കയ്യിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നീട് വിനയൻ പുറത്തേക്ക് പോകുന്നു. പ്രതിഭ പുറകെ പോയിട്ട് പറയുന്നുണ്ട്, അമ്മേ നമ്മൾ എത്ര വഴികൾ നോക്കി അവരെ ഇല്ലാതാക്കാനായിട്ട്, എന്നിട്ട് വല്ലതും നടന്നോന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ അസുഖം ബാധിച്ചാൽ തട്ടിപ്പോകുമെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യും. പ്രത്യേക സംശയം എന്ത്, ഓപ്പറേഷൻ വേണമെന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് ഇത്, അതുകൊണ്ട് തട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയും. ഇനി അവരുടെ ശല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പോകുന്നില്ല എന്നും പറയട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന പ്രതിഭയ്ക്ക് പെട്ടെന്നൊരു സന്തോഷം വരും കേട്ടോ ചെയ്യുന്നത്. രക്ഷപ്പെട്ടു, അവൾ ഇല്ലാതായി എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. എനിക്കെന്തായാലും സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾക്കുള്ള അവരുടെ ശല്യം തീർന്നു, ഈ കേസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്നും പറയട്ടോ ചെയ്യുന്ന വിനയൻ. അപ്പോൾ പ്രതിഭ പറഞ്ഞു, എനിക്ക് സമാധാനമായി, എന്തോ സന്തോഷ വാർത്തയാണ്, എൻ്റെ ചെവികളെ കുളിരണിയിക്കുന്ന വാർത്ത, എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയാൽ മതി എന്നും പറയുന്നു. അമ്മ പേടിക്കേണ്ട, താമസിയാതെ നടക്കും. മല്ലിക ഈ രോഗത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഷാജിക്കറിയാം, മഹേഷിനറിയാം, ചിത്തിരയ്ക്കറിയാം, എല്ലാവർക്കും അറിയാം. മല്ലികയ്ക്ക് മാത്രം ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാന്ന് പറയുന്നു. ഇവിടെ സന്ധ്യയ്ക്കാണെങ്കിൽ ചിത്തിരയാണെങ്കിൽ ആ രോഗശമനത്തിന് വേണ്ടിയുള്ള മന്ത്രം എടുത്ത് മല്ലികാമ്മയുടെ കൊടുക്കുന്നു. അപ്പോൾ മല്ലികാമ്മ പറഞ്ഞു, അയ്യോ ഇതെനിക്കറിയാം, ഇത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളൊന്നുമല്ല. ആരാ നിന്നോട് പറയുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന്, ഇത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്തിര ഒരു നമ്പർ ഇറക്കാട്ടോ ചെയ്യുന്നത്. രോഗം വരുന്നത് ഒരു ഐശ്വര്യക്കേടാണല്ലോ, രോഗം മാറുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഐശ്വര്യം കിട്ടുമെന്നല്ലേ എൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. നിനക്ക് നല്ല പേടിയുണ്ടല്ലേ, തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ശസ്ത്രക്രിയയാണ്, അതിന് ബോധം കെടുത്താനും പോകുന്നില്ല, അതുപോലെ തന്നെ നീണ്ട ഒരു ഓപ്പറേഷൻ നടത്താനായിട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ അത് ഓർത്ത് പേടിക്കേണ്ട, അത് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ നടത്തിയെന്നും പറഞ്ഞ് ജീവനൊന്നും പോകത്തില്ല എന്നും മല്ലികാമ്മ പറയുന്നു. മല്ലികാമ്മയ്ക്ക് ഇത്രയും വലിയ അസുഖമാണെന്ന് മല്ലികാമ്മയോട്ട് അറിയുന്നില്ല. ഇനി പ്രതിഭ അറിഞ്ഞിട്ടുണ്ട്. പ്രതിഭ താമസിയാതെ ഇവിടെ വന്ന് മല്ലികാമ്മയുടെ എല്ലാ രഹസ്യങ്ങളും പറയും കേട്ടോ. അപ്പോഴാണ് മല്ലികാമ്മ ഞെട്ടിത്തെറിക്കാൻ പോകുന്നത്. ഇവിടെ മഹേഷ് ആകെ വിഷമത്തിലാണ്. രാഗിണി മഹേഷിന് കഞ്ഞി വിളമ്പി കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, മല്ലികാമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും റെഡിയായോ എന്ന് ചോദിക്കുന്നു. ഒരു വഴിയും ആയിട്ടില്ല എന്ന് മഹേഷ് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ രാഗിണി പറയുന്നുണ്ട്, നമുക്ക് വല്ല സ്വത്തോ വകയോ ഭൂമിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വിറ്റിട്ട് നമുക്ക് മല്ലികാമ്മയുടെ ഓപ്പറേഷന് വേണ്ടി സഹായിക്കായിരുന്നു. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ ഇരിക്കുക. എൻ്റെ മനസ്സ് പറയുന്നത് മല്ലികാമ്മയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടക്കുമെന്നും അവർക്ക് രോഗത്തിന് ഒരു ശമനം ഉണ്ടാകുമെന്നുമാണ് പറയുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം? എനിക്കങ്ങനെ തോന്നി. അതിന് കാരണവുമുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ അവരെ നേരിട്ടതല്ലേ, അപ്പോഴൊക്കെ അവർ പുഷ്പം പോലെ രക്ഷപ്പെട്ടതല്ലേ. ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കാതിരിക്കില്ല. അങ്ങനെ മല്ലികാമ്മ രക്ഷപ്പെടുമെന്നും പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്, എനിക്ക് അതുപോലെയായിട്ട് തോന്നുന്നില്ല. ഇതൊരു അസുഖമല്ലേ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? ചിത്തിരയാണെങ്കിൽ കഷ്ടപ്പെടുകയാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിത്തിരയ്ക്ക് ഒരു ആശ്രയം ഇല്ലാതെ ആകത്തില്ല എന്നും ചിത്തിര എന്തായാലും ഒറ്റപ്പെടത്തില്ല എന്നും മല്ലികാമ്മ ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും അതോർത്ത് ആരും വിഷമിക്കേണ്ടെന്ന് രാഗിണി മഹേഷിനെ സമാധാനിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്.